എനിക്കൊന്ന് അങ്ങനെയൊക്കെ സ്വഭാവം ഉള്ളതുകൊണ്ടല്ലേ മിഥുനത്തിൽ മനോഹരമായ രംഗം ഉണ്ടായത് അല്ലേ? മിഥുന സിനിമയില് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ് ഇത് സംഭവിച്ചത്? ഹണിമൂൺ സമയമായിരുന്നു അല്ലേ? കന്യാകുമാരിക്ക് ഹണിമൂണിന് പോയി. തിരുവനന്തപുരത്ത് അപ്പി രാധാകൃഷ്ണൻ, ES വിജയൻ, മാർഷൽ അല്ലേ സംഭവിച്ചങ്ങനെ? നിങ്ങൾ രണ്ടുപേരുടെ വണ്ടി വണ്ടി കയറി യാത്ര പോകാൻ തുടങ്ങി. ഓരോ പോയിന്റിൽ നിർത്തി ആളെ കയറ്റി തുടങ്ങി അല്ലേ? കയറി പുളിമൂട് ജംഗ്ഷനിൽ ഒരാൾ, അവിടെ ഒരാൾ, ഇവിടെ ഇങ്ങനെ പ്ലാൻ ചെയ്തില്ലേ ഇത്? എനിക്ക് വല്ല അറിയത്തില്ലല്ലോ. അംബാസിഡർ കാറിൽ കയറി അതിനകത്ത് ആരാ പറഞ്ഞ കന്യാകുമാരിയിൽ ഒന്ന് പോകണമെന്ന്? അയ്യോ, അത് പറഞ്ഞ വലിയ കാര്യമാണ്, വലിയ കഥയാണ്. എന്നാലും കുഴപ്പമില്ല. അതായത് ട്രിപ്പ് പോകണം, ഹണിമൂൺ, ആ ഹണിമൂൺ ട്രിപ്പായിട്ട് ആക്കാന്നുള്ള രീതിയിൽ ട്രിപ്പ് പോവാന്ന് പറഞ്ഞു. ശരി, ഓക്കെ. ആരൊക്കെ പോവാന്ന് വെച്ചാൽ ഞാനും സുരേഷ് ഏട്ടന് ചേച്ചിയുടെ ഹസ്ബൻഡ്, അവരുടെ മകൻ, ഇത്രയും പേര് പറഞ്ഞു. കേട്ടപാടെ സേനണ്ണൻ ഒരു വലിയ മാപ്പ് കൊണ്ടുവന്നു. വേൾഡ് മാപ്പാണ്. വേൾഡ് മാപ്പ് സേനണ്ണ വലിയ മാപ്പ് കൊണ്ടുവന്ന് അതിനകത്ത് UK നോക്കുന്നു, ദുബായ്, ഇത് മറ്റേ അവിടെ നോക്കുന്നു, UAE നോക്കുന്നു, അമേരിക്ക പോണോ, ഇവിടെ പോണോ എല്ലാം നോക്കി അവസാനം ഇവിടെ ഒന്നും വേണ്ട, നമുക്ക് ഇന്ത്യ മതി എന്ന് പറഞ്ഞ് ആ മാപ്പ് മാറ്റി. എന്നിട്ട് ഇന്ത്യ മാപ്പ് എടുത്തു വെച്ചു. ഇന്ത്യ മാപ്പ് കാശ്മീർ തൊട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എല്ലാം പോയി എല്ലാ സ്ഥലത്തും പോയി അവസാനം കന്യാകുമാരിയിൽ വന്ന് നിന്നു. അതിന് ഞങ്ങളെല്ലാരും കണ്ടുപിടിച്ച കന്യാകുമാരി ഇവർ തന്നെ, ഇവരെല്ലാരും കൂടെ. അതിൽ നമ്മുടെ പ്രസ്തുത പുരുഷൻ സുരേഷ് കുമാറിന്റെ റോൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും കന്യാകുമാരി മതി എന്ന് പറയാം. അത് കമന്ന് കിടന്നാണ് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കമന്ന് കിടന്നാണ് നോക്കുന്നത്. അവസാനം കന്യാകുമാരിയായി. കന്യാകുമാരി എങ്കിൽ കന്യാകുമാരി, കല്യാണം കഴിഞ്ഞ സമയമല്ലേ, എവിടെങ്കിലും കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞ് കന്യാകുമാരിയായി. അപ്പൊ രാത്രി ഒരു 8 മണിയാകുമ്പോൾ പുറപ്പെടണം, തയ്യാറായിട്ടിരുന്നോളൂ. ഞാൻ ആ ഡ്രസ്സെല്ലാം എടുത്തു വെച്ച് ഭയങ്കര സന്തോഷമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വെളിയിൽ കൊണ്ടുപോവല്ലേ എന്നുള്ളൊരു എൻജോയ് ചെയ്തിട്ട് ഞാൻ എടുത്തു വെച്ചു. 8 ആയി, 9 ആയി, 10 ആയി, വന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല, ആരും വരുന്നില്ല. പിന്നെ വലിയ കാരിയറിൽ എന്തൊക്കെയോ കിച്ചന്റെ പുറവശം കൂടെ പോകുന്നുണ്ട് വണ്ടിയിൽ കൊണ്ടുപോകാനായിട്ടെന്ന്. സുരേഷ് ഏട്ടന്റെ അച്ഛൻ അമ്മ എടുത്ത് പറഞ്ഞു, വയസ്സായ ഇത് ഇപ്പം കല്യാണം കഴിഞ്ഞ കുട്ടിയാണ്, പെണ്ണുങ്ങളുണ്ട്, മണി 9:30 കഴിഞ്ഞിട്ട് ഇങ്ങനെ യാത്രയ്ക്ക് പോയാൽ എങ്ങനെയാണ്, അതൊന്ന് ആലോചിക്കണം അന്ന് പറഞ്ഞ കേട്ട പാടെ ഉഷ ചേച്ചി പെട്ടി എടുത്തോണ്ട് നമുക്ക് പോവാം പപ്പി മേളില് എന്നും പറഞ്ഞോണ്ട് ഞങ്ങളുടെ റൂമിൽ പോയി. പിന്നെ പിറ്റേ ദിവസം പോവോ ഇല്ലയോ, പെട്ടി മാറ്റണോ വേണ്ടയോ ഒന്നും അറിഞ്ഞൂടാ. ഒരു 3 മണിയാകുമ്പോൾ മുഖത്ത് നോക്കാതെ റെഡിയായിരിക്കണം, ഇന്ന് രാത്രി കറക്റ്റ് 9 മണിക്ക് പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, ഇന്ന് രാത്രി എങ്കിൽ ഇന്ന് രാത്രി 9 മണിക്ക്, 9 അതിന് മുന്നേ 7 മണിക്ക് പോകുന്നു പറഞ്ഞു. ഞാൻ റെഡി ആയപ്പോ ഇന്നലത്തെ 9:30 ഇന്ന് 10:30 രാവിലെ 10:00 രാത്രി 10:00. ഇന്നലെയെ താമസിച്ചതിന് അച്ഛൻ വഴക്ക് പറഞ്ഞു. ഇന്ന് അതിനേക്കാൾ കൂടുതലായി. എന്നിട്ട് ഞങ്ങൾ എല്ലാരും വണ്ടി, ഞാൻ ചോദിച്ചു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടോ, പിന്നെ റൂമുണ്ടോ താമസിക്കാനായിട്ട്. എന്റെ വിചാരം എല്ലാവർക്കും ഓരോ റൂം ഇരിക്കുകയാണ്. അപ്പൊ എല്ലാം ഉണ്ടോ അങ്ങനെയൊക്കെ ഞാൻ നീ ഒന്നും അറിയണ്ട, സകല കാര്യങ്ങളും മണിയായിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി. ഞങ്ങൾ 5 പേര് വണ്ടിയിൽ കയറി അങ്ങനെ പോയി. പാളയം ജംഗ്ഷനിൽ ഇപ്പൊ ഓരോരുത്തർ കയറുന്നു, വിജയൻ ഓരോരോ ആളെ കയറ്റി അംബാസിഡറിനകത്ത് ഇങ്ങനെ ഇടിക്കും. 4, 5, 6, 7, 8, 9, 10 പേര്. കുഞ്ഞൊന്നും അംബാസിഡർ കാറിൽ 10-15 പേര്. പൂച്ചയ്ക്ക് ഒരു മുഖത്തിലെ ക്ലൈമാക്സ് പോലെയാണ്. എല്ലാരും ഇടുങ്ങി അങ്ങ് കന്യാകുമാരി പോയി. എപ്പോ രാത്രി 2 മണിക്കോ 2:30 എങ്ങാണ്ടാണ് എത്തിയത്. 2:30 റൂം ബുക്ക് ചെയ്തിട്ടില്ല, ഒന്നും ഇല്ല. വേറെ ഏതോ അയ്യപ്പ ലോഡ്ജ് എന്നും പറഞ്ഞ ഒരു ലോഡ്ജിലെ കെഞ്ചി 2 പെമ്പിള്ളേരുണ്ട്, ഒരു കൊച്ചുണ്ടെന്നൊക്കെ കെഞ്ചി അവിടുത്തെ ഡോമെട്രിയിൽ കയറി എല്ലാരും കൂടെ അങ്ങനെ കിടന്നു. എല്ലാവരും വരിവരിയായിട്ട് ഒരേ മുറിയിലും. തിരിച്ചു വന്നപ്പോ മേനക നന്നായിട്ട് ഫയർ ചെയ്തോ സുരേഷ് കുമാർ? ഞാനൊന്നും പറഞ്ഞില്ല. അടുത്തത് എവിടെ പോവാം എന്ന് വലിയ സ്റ്റൈലിൽ വന്ന് ചോദിച്ചപ്പം സുരേഷ് ഏട്ടന്റെ ചേച്ചി പറഞ്ഞു, തിരിച്ചു വണ്ടി ട്രിവാൻഡ്രത്തേക്ക് വിടും മതി.